ഓർമ്മയില്ല. ഉയ് ഇപ്പൊ അല്ല തിന്ന്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? അപ്പോൾ ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. രാവിലെ എണീച്ചിട്ട് വേഗം തന്നെ ഇതാ മുകളിലൊന്ന് ഫേസ് വാഷ് എടുത്തിട്ട് കഴുകുന്നുണ്ട്. എന്നിട്ടാണ് അടുക്കളയിലേക്ക് കയറാൻ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് അടുക്കളയിൽ വന്നിട്ട് നമ്മളെ കടലയില്ലേ, വെള്ളക്കടല, അത് പുതിർത്തിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം കഴുകിയിട്ട് കുക്കറിൽ ഇടാൻ വേണ്ടി നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ രാവിലത്തെ ചായൻ്റെ വെള്ളമെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പം കടലക്ക കറിയും ദോശയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടമ്മമാർക്ക് ഒരു ടെൻഷനുള്ള കാര്യമാണല്ലേ, എന്താക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ അഥവാ പൊതിർക്കാനും അരക്കാനെല്ലാം മറന്നു പോയില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഓർമ്മിച്ചിട്ട് ചെയ്യുന്നതാണ് ഇത്. നമ്മൾ ഈസി ആയിട്ട് ശരി അങ്ങ് പൊതിർത്ത് വെക്കും, പച്ചരി. പിന്നെ രാവിലെ ചോറും തേങ്ങയും ജീരകമെല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് നമ്മൾ കണ്ണൂർ ഇങ്ങോട്ട് ഒരുവിധം വീടുകളിലെല്ലാം എളുപ്പമായിട്ട് തയ്യാറാക്കുന്ന ഒരു ചായൻ്റെ കടിയാണ് കേട്ടോ രാവിലെ അരച്ചു വിടുന്ന ദോശ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തത് അതിൻ്റെ എളുപ്പത്തിലുള്ള ഒരു ചായൻ്റെ കടിയാണ്. കണ്ണൂർ മാത്രമൊന്നും ആയിരിക്കില്ല അല്ലേ, ഒരുവിധം നാടുകളിലെല്ലാം ഈ ഒരു സംഭവം ആക്കലുണ്ടാവും. എന്നാലും എൻ്റെ ഒരു വിശ്വാസം കണ്ണൂർ മാത്രമാണെന്നുള്ളത്. അപ്പം നമ്മൾ പച്ചരിയിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് ഞാനിതാ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് നല്ലോണം തേങ്ങയിലോട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ദോശ പച്ചക്കണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പും ലേശം പിന്നെ നമ്മൾ ജീരകമെല്ലാം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ ഈസി ദോശ മാവിൻ്റെ ഒരു പിന്നെ പാകം എന്ന് പറയുന്നത്. കുറച്ച് വെള്ളം പോലെ ആയിട്ടാണ് വേണ്ടത്. പുറത്ത് ഇതാ മഴ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ഉള്ളത്. നമ്മൾ കടലക്കറി എങ്ങനെ ആക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് ഇടുക. പിന്നെ അതിലേക്ക് ഇതാ നമ്മളെ പച്ചമുളകും പിന്നെ ഉള്ളിയും എല്ലാം ഇട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ലോണം വാടിയിട്ട് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടലയും അതങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചെറിയ ജാറിൽ ഇതാ കുറച്ച് കടലക്കി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങ ഉപയോഗിക്കാണ്ട് ഈ ഒരു ഗ്രേവി വെച്ചിട്ടാണ് കേട്ടോ, ഈ ഒരു അരച്ചെടുത്ത ഗ്രേവി വെച്ചിട്ടാണ് നമ്മൾ ഈ കറി റെഡിയാക്കുന്നത്. കടലക്കയിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ കടലക്കേൻ്റെ, അതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ കറി കൂട്ടാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിക്കായാലും ദോശക്കായാലും എല്ലാത്തിനും പോകും. ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും കറി വെക്കുന്നുണ്ടാവുക. എന്നാലും ഞാൻ വെക്കുന്ന ആ ഒരു സ്റ്റൈൽ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് കറി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ദേവൂട്ടനും തേജുവെല്ലാം എണീറ്റ് വരുമ്പോഴത്തേക്ക് ഞാനിതാ മേലേക്ക് പോകുന്നുണ്ട്. മേലെയാണ് ഇപ്പം മഴയായതുകൊണ്ട് ആറിയിടലെല്ലാം മേലെയാണ് കേട്ടോ. അങ്ങനെ അവരെ യൂണിഫോമും കാര്യങ്ങളെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് വേണം എനിക്ക് ഇനിയിപ്പോൾ തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മേലെ വന്നതാണേ. അങ്ങനെ അവരെ യൂണിഫോമും ടവൽസും അതെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തലേന്ന് രാത്രിയാണ് അധികം ഞാൻ തേച്ച് വെക്കല്. അപ്പോൾ ഇപ്പം മഴയായതുകൊണ്ട് തുണി ഉണങ്ങാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇപ്പം രാവിലെ തന്നെ ഇങ്ങനെ തേച്ച് എടുക്കലാന്ന് കേട്ടോ. അഥവാ ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ഇസ്തിരിപ്പെട്ടി വെച്ചിട്ട് ഉണക്കി അങ്ങ് എടുക്കലാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഇപ്പോഴത്തെ ആ ഒരു മഴക്കാലത്തുള്ള എല്ലാ വീടുകളിലെ അവസ്ഥ. രാവിലെ എണീറ്റപ്പാടുന്ന ദേവൂട്ടം പറയുക ഇന്നത്തെ സ്നാക്സ് എന്നാ വേണ്ടതെന്ന്. അതുപോലെ തന്നെ കപ്പ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ വേറെ ഏതോ ഒരു സ്റ്റാർ ടൈപ്പിലുള്ള ഒരു കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ പിന്നെ കുറച്ച് ക്രീം ആക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ക്രീം യൂസ് ചെയ്തതുണ്ടായിന്. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഓനിങ്ങനെയെല്ലാം പിന്നെ ഡെക്കറേഷൻസ് എല്ലാം ചെയ്തിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് ഇതാണ്. ദേവൂട്ടന് ഉച്ചഭക്ഷണം സ്കൂളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ രണ്ടാളെയും ദേവൂട്ടന് മാത്രമല്ല തേജുവിനും ഉണ്ട്. അപ്പോൾ രണ്ട് പ്ലേറ്റും കഴുകി വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഫുഡെല്ലാം കഴിക്കുന്നതിൽ ഇടയ്ക്ക് തന്നെ ഞാൻ വേഗം ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം പണികളെല്ലാം അങ്ങ് ഒരുങ്ങി തീരുമല്ലോ. അപ്പോൾ മക്കളെല്ലാം സ്കൂളിൽ പറഞ്ഞയക്കുന്നതിന് മുന്നേ എനിക്ക് ഇന്നൊന്ന് വീട്ടിൽ പോകാനുണ്ടേ. അപ്പോൾ ഈ വീഡിയോ കുറേ മുന്നേ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. കുറച്ചധികം സങ്കടമുള്ള ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ മാട്ടൂരിലുള്ള എൻ്റെ അച്ചാച്ചൻ ജീവിച്ചിരിപ്പുണ്ടായിനെ. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഉണ്ടായിന്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും വീട്ടിലുള്ള ഒരു അച്ചാച്ചന. അപ്പോൾ ആ അച്ചാച്ചനാണ് കേട്ടോ ഇപ്പം നമ്മളെ കൂടെ ഇല്ല ഈ വോയിസ് ഓവർ ഞാൻ ഈ കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ കുറേ മുന്നേ എടുത്തു വെച്ചത് കൊണ്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. മനുഷ്യന്മാർ ഓരോ കാര്യങ്ങളല്ലേ, എന്താ പറയുക. കുറേ ആയി അച്ചാച്ചൻ സൈഡായിട്ട് ഫുഡ് ഒന്നും കഴിക്കില്ല, വെറും വെള്ളം മാത്രം കുടിച്ചിട്ടുള്ള ഒരു
2-3 ആഴ്ചയായിരുന്നു അങ്ങനെ. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാന്നിട്ട് വന്നിട്ടുണ്ടായിന്. പിന്നെ ഞാൻ കട്ടൻ ചായയും 2 മുട്ടയെല്ലാം പുഴുങ്ങി അതിൻ്റെ എഗ് വൈറ്റ് എല്ലാം എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. അമ്മ കൊട്ടിയൂരും പോയിട്ടുണ്ടായിന്. അപ്പം പിന്നെ ഇവിടെ ആരുമില്ല എന്നല്ല, വാസന്തി അമ്മ ഇവരെല്ലാം നോക്കുന്ന ഏച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി അമ്മ മാനേജ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നാമത് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ എന്താ പറയണ്ടേ ഏതാ പറയണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അച്ചാച്ചൻ ഇപ്പം കൂടെ ഇല്ല നമ്മളെ, അതുകൊണ്ടുള്ള ഒരു അസ്വസ്ഥതകളെല്ലാം ഉണ്ട് എൻ്റെ വാക്കിൽ. சாப்பிட்டா என்ன சாப்பிட்டே? என்ன കറി? ഇപ്പൊ അല്ല തിന്നിനി. ഇത് ഫോണ് ഞാൻ വീഡിയോ എടുക്കുന്നേ. കുഞ്ഞനെ ഞാൻ വീഡിയോ എടുക്കുന്നയാ. പറയ് എന്തെങ്കിലും വർത്താനം പറയ്. നമ്മളെ ചങ്ങാതിമാരോടല്ലോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു വീഡിയോ ആണ്, അപ്പോൾ ലാസ്റ്റ് അച്ചാച്ചനുള്ള സമയത്ത് എടുത്ത വീഡിയോ അല്ലേ, അപ്പം അതുകൊണ്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദൈവത്തിന് ഞാനില്ലാത്ത സങ്കടം കൊണ്ട് ഇരുന്നതാണ് കേട്ടോ. രാവിലെ ഞാൻ പോയിനല്ലോ, വൈകുന്നേരം വരുമ്പോൾ ഞാൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. ബായ്.